ടൈലർ ഷോപ്പ് നടത്തുന്ന ആൾക്കാർ മാത്രം അവിടെ നിൽക്കും. നിങ്ങൾ നിർബന്ധമായും അറിയേണ്ട ഒരു കുറച്ച് ഇൻഫർമേഷൻ ആണിത്. മുഴുവനായിട്ട് കണ്ടോളൂ. നമ്മുടെ ഷോപ്പിൽ ഇതുപോലെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെയുള്ള ആൾക്കാർക്ക് അതിന് അവിടുത്തെ സ്റ്റാഫിന് അതൊരു യൂസർ ഫ്രണ്ട്ലി ആയിരുന്നില്ല. അവർക്ക് കീബോർഡ് യൂസ് ചെയ്യണം, മൗസ് യൂസ് ചെയ്യണം, മൗസ് ക്ലിക്ക് ചെയ്യണം, കസ്റ്റമർ വരുമ്പോഴത്തേന് അവരുടെ മെഷർമെന്റ് എടുക്കണം, ഫാബ്രിക് സെലക്ട് ചെയ്യണം. ഒരിക്കലും ഇതിന് അത്രയും ഈസി ആയിരുന്നില്ല ഇത്. അപ്പോൾ ഇതൊരു പാർഷ്യല് യൂസ്ഫുൾ ആയിരുന്നു. കസ്റ്റമറെ നമ്പർ ചെയ്താൽ അത് സെർച്ച് ചെയ്യുക, ബാക്കി പിന്നെയും ബുക്ക് എടുക്കണം, എന്നിട്ട് ബാക്കി എഴുതുക എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ പിന്നെ ഇത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞു. അത് ഫെയിലായി, പിന്നെ അത് ഒഴിവാക്കേണ്ടി വന്നു ലാസ്റ്റ്. കാരണം അങ്ങനെ മെനുവലി സ്ലോലി അത് നിർത്തേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾക്കുള്ളത് ഒരു യൂസർ ഫ്രണ്ട്ലി എന്ന് പറയുന്നത് ഒരു ടച്ച് ടൈപ്പാണ്, മൊബൈൽ ഫ്രണ്ട്ലി എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾ അന്നും ഇതുപോലെ ഒരാളെ ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇത് ഈ ടൈലറിംഗിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ ഒരു വർക്ക് സ്ട്രക്ചർ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് ഓപ്പറേഷൻസ് നടക്കുന്നത് എന്നുള്ളത്. നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു ഫ്ലോ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ്വെയർ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത് മെയിനായിട്ട് ഇത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. ഏതൊരു കമ്പ്യൂട്ടർ വളരെ നോളജ് ഇല്ലാത്ത ഒരാൾക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇവിടെ കസ്റ്റമർ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു കസ്റ്റമർ ആയി അവരുടെ മെഷർമെന്റ് കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള മെഷർമെന്റ്സ് കാര്യങ്ങൾ ഇവിടെ കിട്ടും. അതേപോലെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളുടെ മെഷർമെന്റ്സ് ഏത് ഐറ്റാണ് ഏത് മോഡലാണ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കംപ്ലീറ്റ് ലെങ്ത്, അതിന്റെ സ്റ്റൈൽ ഓപ്ഷൻസ്, പോക്കറ്റ് ഡിസൈൻസ്, അതേപോലെ മെറ്റീരിയൽസ്, ഏത് മെറ്റീരിയൽ വെച്ചിട്ടാണോ അത് മേക്ക് ചെയ്യേണ്ടത്. അതേപോലെ ഒരു സിംഗിൾ സ്ക്രീനിലാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ്ലി ടച്ച് ഫ്രണ്ട്ലി ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, ഏതൊരുത്തരും ഈസി ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജിയാണ്. ഓക്കെ, അപ്പോൾ ഇതിലിപ്പോ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാല് അതിന്റെ വർക്ക് ഫ്ലോ എങ്ങനെയാണ്? അതായത് നമ്മൾ കംപ്ലീറ്റ് ഈ ഒരു വിൻഡോ വെച്ചിട്ടാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ എക്സിസ്റ്റിംഗ് കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെർച്ച് ബാറിനകത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന്റെ ലിസ്റ്റ് അത് നമുക്ക് ഫോൺ നമ്പർ വെച്ചിട്ടോ മൊബൈൽ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ കസ്റ്റമർ ID വെച്ചിട്ടോ സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇനി അത് അവിടെ എക്സിസ്റ്റിംഗ് കസ്റ്റമർ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആ കസ്റ്റമർ ആഡ് ചെയ്യാനുള്ള വിൻഡോയിലോട്ടാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കസ്റ്റമറിന്റെ പേര്, മൊബൈൽ നമ്പറാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത്. അത് സെലക്ട് ചെയ്ത് കൊടുത്ത കസ്റ്റമർ ആഡ് ആയി. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ സെലക്ട് ആവാണ്. സെലക്ട് ആഡ് ആയി കഴിഞ്ഞാൽ തന്നെ അവരുടെ മെഷർമെന്റ് ആണ് എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ അവരുടെ മെയിൻ മെഷർമെന്റ്സ് ഏത് മോഡൽസിനനുസരിച്ചുള്ള മെയിൻ മെഷർമെന്റ് എടുക്കുന്നു. ഇപ്പോൾ സാറിന്റെ അത് കന്തൂറ ഷോപ്പാണെന്ന് പറഞ്ഞത് നമുക്ക് ഏത് ലേഡീസിന്റെ ആണെങ്കിൽ ജെന്റ്സിന്റെ ആയിക്കോട്ടെ ഏത് ടൈപ്പ് ഗാർമെന്റ്സ് ഷോപ്പിലാണെങ്കിൽ പോലും ഇപ്പം ഓരോരോ ഷോപ്പിലേക്കും ഓരോ കസ്റ്റമൈസ്ഡാണ് രീതികളുണ്ട്, ഓരോ സ്റ്റൈൽസിന് ഓരോ കോഡ്സുകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് മാറ്റാം, എല്ലാം മാറ്റാം. ഇംഗ്ലീഷിലോ അറബിയിലോ ലാംഗ്വേജ് വിഷയമല്ല. ഇതിനകത്ത് നിങ്ങൾ വെക്കുന്ന ആട്രിബ്യൂട്ട്സ് കാര്യങ്ങളെല്ലാം ഫുള്ളി ഈ ഒറ്റ ബാക്ക് എൻഡിന് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ ഇതിനകത്ത് നമുക്ക് സ്റ്റോക്ക് മാനേജ് ചെയ്യാം, നമ്മുടെ പ്രൊഡക്ട്സ് മാനേജ് ചെയ്യാം, അതേപോലെ അക്കൗണ്ട്സ്, ഇൻവോയ്സിങ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഫുള്ളി ഫ്ലെഡ്ജ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതില് ഇപ്പം റെസീറ്റ്സ്, ഇപ്പം ഇൻവോയ്സ് നമ്മൾ കസ്റ്റമറിന് ഒരു ഇൻവോയ്സ് കൊടുക്കും. അതേപോലെ ഇപ്പൊ ബാക്ക് അതായത് രണ്ട് ടൈപ്പ് പ്രിന്റ് ഓപ്ഷനാണ് വരുന്നത്. ഇപ്പൊ കസ്റ്റമറിന് നമുക്ക് നമ്മുടെ മെഷർമെന്റ്സ് കാര്യങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് പ്രൊഡക്ഷനിലോട്ട് പ്രൊഡക്ഷൻ സ്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ലിപ്പ് ഉണ്ട്. അതേപോലെ കസ്റ്റമറിന് ജസ്റ്റ് അവരുടെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ വെച്ചിട്ടുള്ള സിസ്റ്റം ആയിരിക്കും വരുന്നുണ്ടാവുക. മെയിൻ ആയിട്ട് ഇത് ഭയങ്കര സിമ്പിൾ ആണ്. അതേപോലെ ഇതിന്റെ ഡിസൈൻ എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ചുള്ള ഡിസൈനാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. മൊബൈൽ ഫ്രണ്ട്ലി ആണ്, പോസ്റ്റ് ഫ്രണ്ട്ലി ആണ്. നിങ്ങൾക്ക് ക്ലൗഡ് ആയതുകൊണ്ട് തന്നെ എവിടെ നിന്ന് വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ടാബിലോ പോസ്റ്റിലോ അതെ, ടാബിലോ പോസ്റ്റിലോ എവിടെയും വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും.